ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG വില വർധനയെ ചുറ്റിപ്പറ്റി ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജനങ്ങളുടെ വയറ്റ് തടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ആഗോള ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിലും വർഷങ്ങളോളം ഇന്ധനവില സ്ഥിരമായി നിർത്തിയ സർക്കാർ തിരഞ്ഞെടുപ്പ് അവസാനിച്ചയുടൻ ഗ്യാസ് വിലയിൽ വലിയ വർധനവ് വരുത്തിയത് പലരുടെയും സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഏകദേശം 900-ലധികം ഉയർന്ന കൊമേഴ്സ്യൽ LPG വില വർധനവ് സാധാരണ ജനജീവിതത്തെയും ചെറുകിട വ്യാപാരങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടനെ വില വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ആഴ്ച അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണ വില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ബാരലിന് $126 ഇതിനുശേഷം ചെറിയ തോതിൽ കുറഞ്ഞുവെങ്കിലും $110 മുകളിലാണ് ഇപ്പോഴും വില. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പരിമിതപ്പെടുത്തുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുകയും ചെയ്തതാണ് എണ്ണ ഉയർന്നു തന്നെ നിൽക്കാനുള്ള കാരണം.